തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ CPM-ൽ പൊട്ടിത്തെറി. CPM നേതാക്കൾ പതിവിൽ നിന്ന് വിരുദ്ധമായി പരസ്യമായി അഭിപ്രായം പറഞ്ഞ് തുടങ്ങിയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ വന്ന അഭിപ്രായം ബഞ്ചൂർ വാർഡിലെ മുൻ കൗൺസിലറും കഴിഞ്ഞ കോർപ്പറേഷനിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായിരുന്ന ഗായത്രി ബാബുവിൻ്റേതാണ്. ഗായത്രി ബാബു ആര്യ രാജേന്ദ്രനെ നിശിതമായി വിമർശിച്ചിരിക്കുന്നു. ആര്യ രാജേന്ദ്രൻ കരിയർ വളർത്താനുള്ള കോക്കസാക്കി തൻ്റെ ഓഫീസിനെ മാറ്റിയെന്ന ഗുരുതരമായ ആരോപണമാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഗായത്രി ബാബു ഉന്നയിക്കുന്നത്. 5 വർഷം കൊണ്ട് ആര്യ രാജേന്ദ്രൻ പാർട്ടിയുടെ അടിത്തറ ഇല്ലാതാക്കിയെന്ന് ഗായത്രി ബാബു പറയുന്നു. പാർട്ടിയേക്കാൾ വലുതാണെന്ന ഭാവം ആര്യ രാജേന്ദ്രന് ഉണ്ടായി. പാർട്ടിയാണ് വലുത്, പാർട്ടിയേക്കാൾ വലുതാണെന്ന ഭാവം ഉണ്ടാകാൻ പാടില്ല. ഇത് എടുത്തു പറയുന്നുണ്ട് ഗായത്രി ബാബു തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ. മേയറെ കാണാൻ പുറത്തു വന്നിരിക്കുന്ന 4-5 ആൾക്കാരെ കാണാതെ മേയർ വലിപ്പമുള്ളവരെ കണ്ട് ഓച്ചാനിക്കുകയും വലിപ്പമില്ലാത്തവരെ കണ്ട് നികൃഷ്ടമായി തള്ളിക്കളയുകയും ചെയ്തിരിക്കുന്നു. പുറത്തു ഇരിക്കുന്ന 4 സഖാക്കളെ കണ്ടിരുന്നെങ്കിൽ പാർട്ടിക്ക് ഇത്രയും ഗതികേട് ഉണ്ടാകില്ലായിരുന്നു. കൗൺസിലിനുള്ളിൽ നല്ലൊരു ടീം വാർത്തെടുക്കാൻ പോലും ആര്യ രാജേന്ദ്രന് കഴിഞ്ഞില്ല. ഇതാണ് ഗായത്രി ബാബുവിൻ്റെ വിമർശനം. അതിനു പുറമെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ CPM നേതാക്കൾ പരസ്പരം ഏറ്റുമുട്ടുന്ന സ്ഥിതി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കരമന ഹരിക്കെതിരെ ജില്ലാ സെക്രട്ടറിയായ V. ജോയ് ആരോപണമുയർത്തി. കരമന ഹരി പ്രവർത്തിക്കേണ്ടതുപോലെ പ്രവർത്തിച്ചിട്ടില്ല എന്ന ആരോപണമാണ് ഗോവിന്ദൻ മാസ്റ്ററുടെ സാന്നിധ്യത്തിൽ ജില്ലാ സെക്രട്ടറി V. ജോയ് ഉയർത്തിയത്. അതിന് കരമന ഹരിയുടെ മറുപടിയും ഉണ്ടായി. താൻ പണിയെടുത്തത് നന്നായി പണിയെടുത്തിട്ടുണ്ടെന്നും താൻ പണിയെടുക്കുന്ന കാലത്തുള്ള വ്യക്തിയല്ല ജില്ലാ സെക്രട്ടറിയായി ഇരിക്കുന്നതെന്നും ഒക്കെയാണ് കരമന ഹരി പറഞ്ഞത്. കടകംപള്ളി സുരേന്ദ്രന് നേരെയും V. ജോയ് അമ്പുകൾ എയ്തു. എന്തായാലും CPM-ൽ പരസ്യമായ ഒരു പൊട്ടിത്തെറി തുടങ്ങിയിരിക്കുന്നു. തലസ്ഥാനത്തെ പരാജയം CPM-നെ സംബന്ധിച്ചിടത്തോളം നടുക്കം സൃഷ്ടിക്കുന്ന പരാജയം തന്നെയാണ്, അതിൽ ഒരു സംശയവുമില്ല. അതിൻ്റെ ആഘാതത്തിൽ നിന്ന് കരകയറാൻ ഇനി ഒരുപാട് നാൾ വേണ്ടിവരും CPM-ന്. BJP വലിയൊരു മുന്നേറ്റമാണ് തിരുവനന്തപുരത്ത് കാഴ്ചവെച്ചത്. ആ മുന്നേറ്റത്തിന് പിന്നാലെ നേതാക്കൾ തമ്മിൽ തല്ല് രൂക്ഷമായിരിക്കുന്നു. CPM കേഡർ പാർട്ടിയാണ്. പാർട്ടി ചർച്ചകളിൽ മാത്രമേ അല്ലെങ്കിൽ പാർട്ടി യോഗങ്ങളിൽ മാത്രമേ വിമർശിക്കാൻ പാടുള്ളൂ. അതൊക്കെ തിരുത്തിക്കൊണ്ട് ഗായത്രി ബാബു രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നു ആര്യ രാജേന്ദ്രനെ. ആര്യ രാജേന്ദ്രൻ CPM-ന് ബാധ്യതയായി കഴിഞ്ഞു എന്നുള്ളത് ഇതോടെ തെളിഞ്ഞു. ആര്യ രാജേന്ദ്രനെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് CPM ഇറക്കാത്തതും അതുകൊണ്ടാണ്. ആര്യ രാജേന്ദ്രൻ കെട്ടും പാണ്ടവും മടക്കി കോഴിക്കോട്ടേക്ക് പോവുകയും ചെയ്തു. ഒരു വാർഡിൽ പോലും ആര്യ രാജേന്ദ്രനെ ഇറക്കിയില്ല CPM. ആര്യ രാജേന്ദ്രൻ്റെ ഇമേജ് നഷ്ടമായതും ആര്യ രാജേന്ദ്രനെ കണ്ടാൽ ജനങ്ങൾ വോട്ട് കൊടുക്കില്ല എന്നുള്ളതും CPM മനസ്സിലാക്കിയിരിക്കുന്നു. എന്തായാലും ആര്യ രാജേന്ദ്രനെതിരെ ഗായത്രി ബാബു രംഗത്ത് വന്നതോടുകൂടി CPM-ൽ വിഭാഗീയത രൂക്ഷമാകുന്നു. CPM-ൽ ഇപ്പോൾ പല തട്ടിലുള്ള നേതാക്കളുണ്ട്. അവർക്കെല്ലാം വിഭാഗീയ പ്രവർത്തനങ്ങളുമുണ്ട്. ഇതൊക്കെയാണ് തിരുവനന്തപുരം പരാജയം സൂചിപ്പിക്കുന്നത്. കഴക്കൂട്ടത്തൊക്കെ BJP വലിയ മുന്നേറ്റമാണ് നടത്തിയത്. കഴക്കൂട്ടത്തും വട്ടിയൂർക്കാവിലും ഒക്കെ BJPയുടെ തകർപ്പൻ മുന്നേറ്റം നടന്നു. അവിടെയൊന്നും CPM-ന് പ്രതിരോധിക്കാൻ പോലും കഴിഞ്ഞില്ല. ഇനി 3 മാസങ്ങൾ മാത്രം 3-4 മാസമേ ഉള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പിന്. അതിന് ഒരുങ്ങേണ്ടതുണ്ട് CPM-ന്. അതിനിടയിലാണ് നേതാക്കളുടെ തമ്മിൽ തല്ല് വന്നിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് നേതാക്കൾ പരസ്പരം ഉന്നയിക്കുന്നത്. ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ V. ജോയ് പരാജയമാണെന്ന് കരമന ഹരി പറഞ്ഞതായാണ് വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും CPM-നുള്ളിൽ ചർച്ചകളിൽ നടക്കുന്ന വാർത്തകൾ അതിവേഗം മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടുന്നു എന്നതും ശ്രദ്ധേയം. അതിനെല്ലാം ഉപരിയാണ് ഗായത്രി ബാബുവിൻ്റെ പരസ്യമായ ഫേസ്ബുക്ക് പോസ്റ്റ്. ആര്യ രാജേന്ദ്രനെ ഉന്നമിച്ച് ആര്യ രാജേന്ദ്രൻ്റെ കീഴിൽ CPM-ൻ്റെ ഭരണം വളരെ മോശമായിരുന്നു എന്ന് നിസ്സംശയം പറയാം. ആര്യ രാജേന്ദ്രൻ അവസാന കാലത്ത് മാത്രമാണ് ഭരണത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞത് എന്ന് തോന്നുന്നു. അവസാന കാലത്ത് ആര്യ രാജേന്ദ്രൻ നന്നായി പ്രവർത്തിച്ചുവെങ്കിലും കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയിരുന്നു. എന്തായാലും ആര്യ രാജേന്ദ്രനെ ഇറക്കി വോട്ട് പിടിക്കാനുള്ള
ഒരു മാനസികാവസ്ഥ പോലും CPM-ന് ഇല്ലാതായിപ്പോയി. അത്രയ്ക്ക് ഗതികേടിലാണ് ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം കോർപ്പറേഷനെ കൊണ്ടെത്തിച്ചതും അത് BJP-യുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തതും. ഇനി തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP-യുടെ ഭരണമാണ്. തലസ്ഥാനത്ത് BJP-യുടെ ഭരണം വരുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. UDF-ന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. അവർ സീറ്റുകൾ മെച്ചപ്പെടുത്തി അവരുടെ കരുത്ത് കാട്ടിക്കഴിഞ്ഞു. എന്തായാലും സംസ്ഥാനത്തുടനീളം തിരുവനന്തപുരത്തെ പോലെയുള്ള പൊട്ടിത്തെറികൾ ഉണ്ടായാൽ പാർട്ടി അതിനെ എങ്ങനെ നേരിടും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. ഗായത്രി ബാബുവിൻ്റെ പൊട്ടിത്തെറി CPM-നുള്ളിൽ ഒരു കലാപത്തിനുള്ള സൂചന തന്നെയായി മാറിയിരിക്കുന്നു. CPM എന്ന പാർട്ടി കേരളത്തിൽ വേണം. CPM എന്ന പാർട്ടി ജനങ്ങൾക്ക് വേണം. പക്ഷേ ചില നേതാക്കളുടെ താൻപോരിമയും ചില നേതാക്കളുടെ അഹങ്കാരവും കൊണ്ട് ഈ പാർട്ടി വല്ലാത്ത ഒരു തകർച്ചയിലേക്ക് പോയിരിക്കുകയാണ്.